ഹായ് മക്കളെ, നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ ഓപ്ഷണൽ ചാപ്റ്റേഴ്സിന് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ആ ലിസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ്, ബാക്കി കഥകളിലേക്ക് പോകുന്നതിന് മുമ്പ് നന്നായിട്ട് പഠിക്കുക. SLCക്ക് ഫുൾ A+ മേടിക്കണം. സോഷ്യൽ സയൻസിൽ എന്തായാലും A+ വേണം. അപ്പോൾ എനിവേ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു മടിയും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതിനൊന്നും ഒരു മടി ഉണ്ടാവരുത്. കാരണം ഇനി എങ്ങനെയാണ് ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എടുക്കുക, ഓപ്ഷണൽ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ എങ്ങനെ ചെയ്യുക, അതൊക്കെ നമ്മൾ പറഞ്ഞു തരും. അതിലൂടെ പോയി കഴിഞ്ഞാൽ സോഷ്യലിൽ ഇനി ആരും A+ മിസ്സായെന്നും പറഞ്ഞ് കരയേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് നോക്കാം. ആദ്യം ഞാൻ SS1 ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷണൽ ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. വിഷയം മാർച്ച് SSLC പരീക്ഷ നടത്തിയപ്പോൾ സംബന്ധിച്ച് എന്തോ ആയിക്കോട്ടെ, 2025 മാർച്ചിൽ നടക്കാനിരിക്കുന്ന SLC പരീക്ഷയിൽ ഉള്ളടക്കം ഭാരം എന്തോ ആയിക്കോട്ടെ. ഓക്കെ, AB എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഭാരമാണ്, അതുകൊണ്ടാണ് ഇത് കുറയ്ക്കുന്നത് എന്നാണ് പറയണത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഭാരമൊന്നുമില്ല, ഉള്ളത് പറയാലോ. നിങ്ങൾക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് തന്നു. 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, Aയും Bയും. 2 ഭാഗങ്ങൾക്ക് 40 മാർക്ക് ഉണ്ട്. അതിൽ A വിഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അപ്പോൾ അത് കമ്പൾസറി ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ B വിഭാഗത്തിലാണ് ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ഉണ്ടാവുക, അതായത് തിരഞ്ഞെടുത്ത് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, അപ്പം ലിസൺ, നമുക്ക് 2 പാഠപുസ്തകങ്ങളുണ്ട്, SS1 SS2. രണ്ടിലും ഇതുപോലെയുണ്ട്. നമുക്ക് എന്താ പറയുക, ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആയിട്ട് 3 ചാപ്റ്റർ എഴുതിയാൽ മതി. കറക്റ്റ് ഞാൻ പറഞ്ഞുതരും. സാമൂഹ്യശാസ്ത്രം 1ലും 2ലും 40 സ്കോർ വീതമുള്ള പേപ്പറിൽ A B എന്നിങ്ങനെ 2 പാർട്ടുകളുണ്ട്. പാർട്ട് Aയിൽ 40 മാർക്കും പാർട്ട് Bയിൽ 40 മാർക്കും. അപ്പോൾ 20 മാർക്ക് 20 മാർക്ക് 20 മാർക്ക് 20 മാർക്ക്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരും. കറക്റ്റ് ഡിവിഷൻസ് ഉണ്ട്, ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഡോണ്ട് വെറി, ബേജാറാവണ്ട. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒക്കെ ഇവിടെ കിട്ടുട്ടോ. ആരും എന്ത് ചെയ്യേണ്ട, പേടിക്കൊന്നും വേണ്ട. ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം മൊമെൻറ്റാണ്. കാരണം സോഷ്യലിൽ 6 ചാപ്റ്റേഴ്സ് ഒഴിവാക്കാറില്ല. നിങ്ങളെപ്പോലെ ഞങ്ങൾ സന്തോഷിക്കേണ്ടി വേറൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. SS1 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്: 1 പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം; 2ാമത്തത് സമരവും സ്വാതന്ത്ര്യവും; 3ാമത്തത് കേരളം ആധുനികതയിലേക്ക്; ഇത് പറയുമ്പോഴാണ് ചില ആൾക്കാർക്ക് ഒരു പണി കിട്ടുക. 4ാമത്തത് സംസ്കാരവും ദേശീയതയും, അത് കൾച്ചർ ആൻഡ് നാഷണലിസം, കേരള ടുവേർഡ്സ് മോഡേണിറ്റി. അടുത്തത് സോഷ്യോളജി, വാട്ട് വൈ എന്ന സംഭവം ഉണ്ടല്ലോ, സമൂഹശാസ്ത്രം എന്തിനെന്നുള്ള. ഇതിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 5 മാർക്കും, സമരവും സ്വാതന്ത്ര്യവും സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിൽ നിന്ന് 5 മാർക്കും, കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ നിന്ന് 4 മാർക്ക്. അത് കുറച്ച് കുറഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. തൂക്കത്തിനനുസരിച്ചുള്ള മാർക്കില്ല. സത്യമല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, കൾച്ചറൽ നാഷണലിസത്തിൽ നിന്ന് 4 മാർക്ക്, സോഷ്യോളജി വാട്ട് വൈ അതിൽ നിന്ന് 3 മാർക്ക്, ടോട്ടൽ 20 മാർക്ക്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ട A പാർട്ടാണ്. എയിൽ A എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതേണ്ടതാണ്. ഇനി ഇതിൻ്റെ B ഭാഗം കിടക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ലിസൺ, ഇത് B പാർട്ടിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ലോകം 20ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഇത് രണ്ടും ഓറെന്ന് വെച്ചാൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, റെവല്യൂഷൻസ് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഓറെന്ന് എഴുതിയിട്ട് വേൾഡ് ഇൻ 20th സെഞ്ചുറി എന്ന് ഒരു ചോദ്യം കൂടി ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ചോദ്യം അതിൽ നിന്ന് കിട്ടും. 6 മാർക്കിൻ്റെ ചോദ്യം. അടുത്തത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, അതുപോലെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഈ 2 ചാപ്റ്റർ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇതിൽ നിന്നും നമുക്ക് 6 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. മാത്രമല്ല ഇതും ഓറാണ്. ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. അതുപോലെ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും, സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസും, സിവിക് കോൺഷ്യസ്നസ്, പൗരബോധവും, അതിൽ നിന്ന് 8 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. 8 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ആ ഒന്ന് പഠിച്ചാൽ തന്നെ 8 മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ 2 ചോദ്യങ്ങൾ ഉണ്ടാകും, ഓറായിട്ടാണ്. നമ്മൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2 എഴുതിയാൽ എന്താ സംഭവിക്കുക? 1 മാർക്ക് കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ എന്തിനാ വെറുതെ സമയം കളിയാണ്? അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എടുക്കുക? ഇനി അടുത്ത കൺഫ്യൂഷൻ, സാർ 1ാമത്തെ ചാപ്റ്റർ എടുക്കണോ 2ാമത്തെ എടുക്കണോ? കൺഫ്യൂഷനായി. ഈ പറഞ്ഞ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ എടുക്കണോ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എടുക്കണോ? കൺഫ്യൂഷനായി. ഈ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റാനുള്ള മരുന്നായിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടി ഉണ്ടാവരുത്. മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കും വേണം. ഇനി നമ്മുടെ SS2 SS2 കമ്പൾസറി ആയിട്ട് വരുന്നത്, അപ്പോൾ നമ്മൾ 40 മാർക്ക് കഴിഞ്ഞിട്ടോ. 40 മാർക്ക് ഹിസ്റ്ററിയിൽ നിന്നുള്ള 20 മാർക്ക് ആദ്യം A പാർട്ടിൽ നിന്നും, അതുപോലെ B പാർട്ടിൽ നിന്നും 20 മാർക്കായി. അപ്പം 40 മാർക്കായി. ഇനി SS2 എത്ര മാർക്ക്? 40 മാർക്ക് വരും. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ, അതിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. ഓക്കെ, ദെൻ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ, അതിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യമുണ്ട്.
ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അടുത്തത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. അതിൽ നിന്നും 7 മാർക്കിന്റെ ചോദ്യം. എത്ര മാർക്ക്? 7 മാർക്ക്. അപ്പൊ ഇത് ആർക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ ഏഴാമത്തെയും 8ാമത്തെയും ചാപ്റ്റേഴ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, നിർബന്ധമായിട്ടും പഠിക്കണം. നോക്കൂ, ലാസ്റ്റ് ചാപ്റ്റർ 10 ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. 4 മാർക്കിന് ചോദ്യമുണ്ട്. ടോട്ടൽ 20 മാർക്ക്. ഇത് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. എ പാർട്ടിൽ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇനി ബി പാർട്ടിൽ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് എസ് എ അടക്കം, ഋതുഭേദങ്ങളും സമയവും, കാറ്റിൻ്റെ ഉറവിടം തേടി. അതായത് 1, 2 ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. സീസൺസ് ആൻഡ് ടൈമോ അല്ലെങ്കിൽ കാറ്റിൻ്റെ ഉറവിടം തേടി. അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അതായത് സീസൺസ് ആൻഡ് ടൈമിൽ നിന്നൊരു ചോദ്യം തരും, കാറ്റിൻ്റെ ഉറവിടം തരും, വിൻഡിൽ നിന്നൊരു ചോദ്യം വരും. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അങ്ങനെ നമുക്ക് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എവിടെ ഉണ്ടാകും? യെസ്, ഈ പറഞ്ഞ് ഏതിലുണ്ട്? യെസ്, നമ്മുടെ എന്താ പറയുക, ജോഗ്രഫിയിൽ ആദ്യത്തെ ചാപ്റ്റർ, 2ാം ചാപ്റ്റർ എന്നുണ്ട്. യെസ്, രണ്ടാമതായിട്ട് നമുക്ക് ഓപ്ഷൻ തന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ഇതിൽ നിന്നും 8 മാർക്കിൻ്റെ ചോദ്യം. ഇതിൽ നമുക്കറിയാം ഈ ചാപ്റ്റർ പല സ്കൂളിലും ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല. എടുക്കാൻ മടിയുള്ള ചാപ്റ്റർ ആയിരിക്കും, പഠിക്കാൻ മടിയുള്ള ചാപ്റ്റർ ആയിരിക്കും, കാരണം അവസാനത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ആരും തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പിറകെ പോവാറില്ല. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പിറകിൽ നമ്മളെല്ലാവരും ഓണം എക്സാമിനും പഠിച്ചു, ഹാഫ് ഇയർലിക്കും പഠിച്ചു, ക്രിസ്മസ് എക്സാമിനൊക്കെ നല്ലപോലെ പഠിച്ച ചാപ്റ്ററാണ് 3rd ചാപ്റ്റർ. എല്ലാവരും ഇതിൻ്റെ പിറകെ പോകും. 8 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഓർ ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ റിസോഴ്സിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, താഴെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അങ്ങനെ നമുക്ക് 8 മാർക്ക് ഉറപ്പിക്കാം. ദെൻ അടുത്തത് ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും, ഐ ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ. പിന്നെ അതുപോലെ 4ാമത്തെ ചാപ്റ്റർ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ്. ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി. 4 മാർക്ക് നമുക്ക് കിട്ടും. 4 മാർക്ക്. അതിലും ഞാൻ എങ്ങനെയാണ് ഈ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എടുക്കുക, എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ചൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെ പണി പാളാതെ എടുക്കാം. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? ഇവിടെ 20ആയി, ഓപ്ഷണലിന് 20ആയി, നമ്മുടെ കമ്പൾസറിന്ന് 20ആയി. അപ്പോൾ ടോട്ടൽ 20 + 20 + 20 + 20, ടോട്ടൽ 80 മാർക്കിൻ്റെതായി. ഇനി പറയാൻ പോകുന്ന കഥയാണ് കഥ. അതായത് എങ്ങനെ ഇത് എടുക്കണം എന്നുള്ളതൊരു കഴിവാണ്. എല്ലാ ചാപ്റ്റേഴ്സിനും ഇനി കൺഫ്യൂസ്ഡ് ആയി നിൽക്കരുത്. ഇന്ന് ഇവിടെ വെച്ച് ഇത് ഉറപ്പിക്കണം നമ്മൾ ഏതെടുക്കണം എന്നുള്ളത്. അതിനുശേഷം നാളെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് നമ്മൾ എടുക്കുക, പണി പാളാതെ എടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് കാണാം. ഞാനും മത്സൽ സാറും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു കമൻറ്റ് അടിയിൽ പാസ്സാക്കുക. നിങ്ങളുടെ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഏതാണ് എടുക്കാൻ തീരുമാനിച്ചതെന്നും കൂടി എഴുതി വെക്കുക. ഓക്കെ, ബാക്കി കഥകൾ നമുക്ക് ഇനിയും കാണാം, ഇനിയും പറയാം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനും ഒരു മടിയും കൂടണ്ട. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ്. മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരും. നിങ്ങൾ അതിനേക്കാളേറെ സപ്പോർട്ട് ഞങ്ങൾക്കും തരണം കേട്ടോ. ഓക്കെ, ടാറ്റാ ബൈ, സീ യു. വീണ്ടും കാണാം.